വെൽക്കം ടു NRI വേൾഡ്. ദുബായിൽ ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? വിസിറ്റ് വിസയിൽ UAE പോകുമ്പോൾ അറിയേണ്ട കാര്യങ്ങൾ ഏതെല്ലാം എന്ന് നോക്കാം. UAE നിയമങ്ങൾ അനുസരിച്ച് വിസിറ്റ് വിസയിൽ ജോലി ചെയ്യാൻ പാടില്ല. നിയമം പാലിച്ചില്ലെങ്കിൽ തൊഴിൽ ഉടമകൾക്കെതിരെ കടുത്ത നടപടിയുണ്ടാകും. സാധാരണയായി 30 ദിവസമോ 60 ദിവസമോ ആണ് സന്ദർശക വിസയുടെ കാലാവധി. ഇത് രാജ്യത്തിനകത്തു നിന്ന് തന്നെ പുതുക്കാനുള്ള സൗകര്യവുമുണ്ട്. പതിയെ വിസ മാറ്റി നൽകാമെന്ന് കമ്പനി ഉടമകൾ വാഗ്ദാനം ചെയ്യും. എന്നാൽ ഇത് നിയമവിരുദ്ധമാണ്. നിയമമനുസരിച്ച് ജോലി ലഭിച്ചു കഴിഞ്ഞാൽ അപേക്ഷകന് കമ്പനികൾ ഔദ്യോഗിക ഓഫർ ലെറ്റർ നൽകും. പിന്നീട് വിസ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ജോലിയിൽ പ്രവേശിക്കാൻ പറയും. ഇതാണ് ശരിയായ രീതി. തെറ്റായ തൊഴിൽ വാഗ്ദാനങ്ങളിൽ ആരും വീഴരുത്. പോർച്ചുഗൽ പൗരത്വ നിയമങ്ങൾ കർശനമാക്കുന്നു. വിദേശികൾക്ക് വിസ കാത്തിരിപ്പ് സമയം ഇരട്ടിയായി. വിസ കാത്തിരിപ്പ് കാലയളവ് 5 വർഷത്തിൽ നിന്ന് 10 വർഷമായി ഉയർത്തി. അപേക്ഷകർക്ക് പോർച്ചുഗീസ് ഭാഷയും രാജ്യത്തിന്റെ സംസ്കാരത്തെക്കുറിച്ചുള്ള ധാരണയും വേണം. പുതിയ മാറ്റം പോർച്ചുഗലിന്റെ ജനപ്രിയ ഗോൾഡൻ വിസ പ്രോഗ്രാമിനെയും ബാധിച്ചേക്കും. പുതിയ നിയമങ്ങൾ പ്രകാരം അപേക്ഷകരുടെ കാത്തിരിപ്പ് നീട്ടും. രാജ്യത്തേക്ക് സമ്പന്നരായ നിക്ഷേപകരുടെ വരവ് കുറയാനും ഇടയാക്കും. ന്യൂസിലാൻഡിന്റെ ഗോൾഡൻ വിസ പദ്ധതി ലോകമെമ്പാടുമുള്ള സമ്പന്നരായ നിക്ഷേപകരെ ആകർഷിക്കുന്നു. വിസ നിയമങ്ങൾ ലഘൂകരിച്ചതും ഗുണകരമായി. സമ്പന്നരെ രാജ്യത്തേക്ക് ആകർഷിക്കാനാണ് മധ്യ വലതുപക്ഷ സർക്കാരിന്റെ ശ്രമം. ഏറ്റവും കുറഞ്ഞ ഫണ്ട് 15 മില്യൺ ന്യൂസിലാൻഡ് ഡോളറിൽ നിന്ന് 5 മില്യൺ ന്യൂസിലാൻഡ് ഡോളറായി കുറച്ചു. ഇംഗ്ലീഷ് ഭാഷ നിർബന്ധമില്ല. കഴിഞ്ഞ വർഷം സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് കൂപ്പുകുത്തിയതാണ് ന്യൂസിലാൻഡിന്റെ സമ്പദ് വ്യവസ്ഥ. പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ സാമ്പത്തികമായി വളർന്നുവെന്ന് കഴിഞ്ഞ ആഴ്ചത്തെ ഔദ്യോഗിക ഡാറ്റ കാണിക്കുന്നു. ഗൾഫ് മേഖലയിലെ ഔദ്യോഗിക വിവരങ്ങളുമായി NRI ഡെസ്ക്. ഉയർന്ന വരുമാനമുള്ളവർക്ക് ഒമാൻ ആദായ നികുതി ഏർപ്പെടുത്തുന്നു. 2028 ജനുവരി മുതൽ നിയമം പ്രാബല്യത്തിൽ വരും. കുവൈറ്റിലെ സ്വകാര്യ മേഖലയിലെ പ്രവാസി തൊഴിലാളികൾക്കായി പുതിയ എക്സിറ്റ് പെർമിറ്റ് നിയമം ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ. യാത്രയ്ക്ക് 24 മണിക്കൂർ മുൻപ് വരെ എക്സിറ്റ് പെർമിറ്റിനായി അപേക്ഷിക്കാം.
UAE-യിൽ സ്വദേശീവൽക്കരണ പദ്ധതിയായ നാഫിസിന്റെ ലക്ഷ്യം കൈവരിക്കാനുള്ള സമയപരിധി ഈ മാസം 30-ന് അവസാനിക്കും. സ്വദേശിയെ നിയമിക്കാത്ത കമ്പനികൾക്കെതിരെ നടപടിയെടുക്കും. ഫ്ലാറ്റ് സെയിൽ പ്രഖ്യാപിച്ച് സലാം എയർ. ഒമാനിൽ നിന്ന് കേരളത്തിലേക്കുള്ള യാത്രയ്ക്ക് ചെലവ് കുറയും. നാട്ടിലേക്ക് പോകുന്ന പ്രവാസി മലയാളികൾക്കിത് സുവർണാവസരം. സൗദി അറേബ്യയിൽ ഡെലിവറി സേവനങ്ങൾക്ക് ജൂലൈ 1 മുതൽ പെർമിറ്റ് നിർബന്ധം. സാധനങ്ങൾ വീടുകളിൽ എത്തിക്കുന്ന ഭക്ഷ്യ ഇതര സ്ഥാപനങ്ങൾക്കാണ് പെർമിറ്റ് നിർബന്ധമാക്കിയത്. NRI വേൾഡ് ഡെസ്റ്റിനേഷൻ ഒരു ലോക സഞ്ചാരം. ലോകത്തെ ഏറ്റവും വലിയ ഭൂഗർഭ നഗരം. തുരങ്കങ്ങളും വീടുകളും സ്കൂളും പള്ളിയും ഒക്കെയുള്ള അധോലോകം. ക്രിസ്തുവിന് മുൻപുള്ളതെന്ന് കരുതപ്പെടുന്ന നഗരം. NRI വേൾഡിൽ അവസാനമായി ഡിഷസ്. പല നാടുകൾ, പല രുചികൾ. ലോകത്തിലെ ആദ്യത്തെ പുഡിംഗ് ഏതെന്ന് നോക്കാം.